പെരുങ്കളിയേട്ട മഹോത്സവത്തിന് മുന്നോടിയായി തൃക്കരിപ്പൂർ രാമവില്യം കഴകം കിഴക്കേ നടയിൽ മഹാസരസ്വതിയുടെ അപൂർവ ശില്പം സ്ഥാപിക്കുന്നു. നടപ്പന്തലിന്റെ ഭാഗമായി നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന ശില്പം തൃക്കരിപ്പൂർ തലിച്ചാലത്തെ പ്രമുഖ ശില്പി പനക്കാച്ചേരി ബാലകൃഷ്ണനാണ് നിർമ്മിച്ചത്. 5.5 അടി ഉയരത്തിൽ പത്മാസനത്തിലുള്ള മഹാസരസ്വതി ശില്പം 1 മാസം കൊണ്ടാണ് നിർമ്മിച്ചത്. ദേവീ മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്ന മഹാസരസ്വതിയുടെ ധ്യാന ശ്ലോകം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശില്പത്തിന് രൂപം നൽകിയത്. ശ്രീപാർവതിയുടെ മൂർത്ത രൂപത്തിൽ നിന്ന് ആവിർഭവിച്ചതിനാൽ ശൈവഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് ശില്പം. 8 കൈകളിൽ മണി, ശൂലം, കലപ്പ, ശംഖ്, ഇരുമ്പുലക്ക, ചക്രം, വില്ല്, അമ്പ് തുടങ്ങിയവ ഏന്തി നിൽക്കുന്ന മഹാസരസ്വതി ശില്പം സിമന്റിലാണ് തീർത്തത്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം കിഴക്കേ നടയിലാണ് സ്ഥാപിക്കുന്നത്. പെരിങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി പടിഞ്ഞാറേ നടയിൽ ഒരുക്കുന്ന പ്രധാന കവാടത്തിൽ 17 ശില്പങ്ങളുടെ നിർമ്മാണം ബാലകൃഷ്ണൻ ഇതിനകം നടത്തിയിട്ടുണ്ട്. 4 പതിറ്റാണ്ടായി ചിത്രശില്പരംഗത്ത് സജീവമാണ് ബാലകൃഷ്ണൻ തലിച്ചാലം. ആദിപരാശക്തിയുടെ 3 ഭാഗങ്ങളിലൊന്നായ മഹാസരസ്വതിയുടെ ശില്പമാണ് ഇത്. ഇതുകൂടാതെ തന്നെ ഏകദേശം 5ഓളം പാർവതിയുടെ അംശാവതാരമായി ശില്പങ്ങൾ പടിഞ്ഞാറേ നടയിലും കൂടി ചെയ്യുന്നുണ്ട്. രാമവില്യം കഴകത്തിലെ പ്രധാന ദേവിയുടെ ഭാവം ശ്രീ പാർവതിയുടെ ആയതുകൊണ്ട് തന്നെ ഈ ശില്പം ക്ഷേത്രവുമായി ഏറ്റവും അടുത്ത താദാത്മ്യം പാലിക്കുന്ന ഒന്നാണ് എന്നതുകൊണ്ടാണ് മഹാസരസ്വതിയുടെ ശില്പം ചെയ്യുവാൻ വേണ്ടി ഉദ്ദേശിച്ചത്. 17 വയസ്സ് മുതൽ ശില്പനിർമ്മാണ മേഖലയിലുണ്ട്. തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്ര നടപ്പന്തലിൽ ദശാവതാര ശില്പങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് കലക്ടറേറ്റിലെ ജീവനക്കാരിയായ ഒളവറയിലെ മാപ്പിടിച്ചേരി ഗിരിജയാണ് ഭാര്യ. മൃദുൽ കൃഷ്ണ, ഹൃദ്യ കൃഷ്ണ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.